നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലൈറ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. സവാള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കറിവേപ്പില ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കുക. മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 250 ഗ്രാം ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല നല്ല റെഡി ആയിട്ടുണ്ട്. മസാല തണുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് കട്ട്ലൈറ്റ് ഇനി തയ്യാറാക്കാൻ പോവുകയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു ചെറിയ ഉരുള പിടിക്കുക. നമ്മളൊരു ചെറിയ അച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അച്ചിലോട്ട് ഇതേ വെക്കുന്നു. ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നു. പ്രസ്സാക്കിയതിന് ശേഷം ഇത് കിട്ടും. കറക്റ്റ് ഷേപ്പിന് നമുക്ക് കട്ട്ലൈറ്റ് കിട്ടും. കട്ട്ലൈറ്റ് നമ്മൾ എടുത്തിട്ട് മുട്ടയ്ക്കകത്തൊന്ന് ഡിപ്പ് ചെയ്യുക. ക്രംസ് മുക്കിയെടുക്കുക. 2 സൈഡ് മുക്കുക. ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കട്ട്ലൈറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. കട്ട്ലൈറ്റ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ കോരി എടുക്കുന്നു. ബീഫ് കട്ട്ലൈറ്റ് നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്.